third years BBA LLB, BCom LLB, School of Legal Studies and BSc Computer Science LLB ICREP അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അതിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളത് നമ്മളുടെ വെബ്സൈറ്റിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കിയാലും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഓൺലൈനായിട്ട് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫീസ് അടക്കുക കേട്ടോ. Once a candidate get an allotment, lower option if any of the candidate will be automatically cancelled. However, if candidate അതായത് നിങ്ങളിപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള അതിനെ നമ്മൾ ലോവർ ഓപ്ഷൻസ് എന്നാണ് പറയണത്, അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിട്ട് പോകും. എന്നിട്ട് നിങ്ങളെ ഹയർ ഓപ്ഷനിലാണ് ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഫീസ് അടച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും കേട്ടോ. ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് കാൻഡിഡേറ്റ് നീഡ് നോട്ട് കം ടു യൂണിവേഴ്സിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് അടക്കാൻ ഒരു ഡേറ്റ് വന്നിട്ടില്ലേ, അതുവരെ നിങ്ങളോട് കോളേജിൽ വരാനൊന്നും പറയുന്നില്ല. നിങ്ങൾ കിട്ടിയ അലോട്ട്മെൻറ്റിന് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫീസ് ഓൺലൈനായിട്ട് അടക്കാൻ മാത്രമാണ് പറയുന്നുള്ളൂ. പിന്നെ ഇപ്പോഴും പറയണ പോലെ ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റാണ്. കാരണം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് ഒരു അലോട്ട്മെൻറ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് ഉറപ്പാവണമെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൺഫേം ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു ഡേറ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സുകൾ തുടങ്ങുന്ന എന്നാണ്, അതുപോലെ തന്നെ ഈ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട എന്നാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വെബ്സൈറ്റ് വഴിയും നമ്മുടെ അതുപോലെ തന്നെ പ്രൊഫൈൽ വഴിയും ഒക്കെ അറിയിക്കും. മെയിലും നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ട്. നിങ്ങൾ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആക്കുക. അപ്പോൾ അവിടെ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത് അവിടെ കാണിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് കൺഫേം ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആ അലോട്ട്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ കൺഫേം അലോട്ട്മെൻറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. നേരത്തെ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട്, പ്രോസ്പെക്ടസിലുണ്ട്. നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ ആ ഒരു എമൗണ്ട് അടയ്ക്കുന്നതിന് മുമ്പ് എത്രയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അല്ലോ കേട്ടോ. പിന്നെ candidate are advised to confirm the payment status as successful after the payment in their profile. After successful payment, the allotment status will show. അതായത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റാറ്റസ് മാറുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ നമുക്ക് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ മാറും. അപ്പോൾ ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ മാറുന്നില്ല എങ്കിൽ, അതായത് ഇവിടെ താൽക്കാലികമായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് അവിടെ കാണിക്കും. അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് അത് അറിയിക്കണം. പ്രത്യേകിച്ച് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റില്ലേ അതിന് മുമ്പ് തന്നെ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു സ്റ്റാറ്റസ് മാറുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും ഏത് കോഴ്സാണെങ്കിലും PTA-യും അതുപോലെ തന്നെ DDF-ഉം നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലെ മെട്രിക്കുലേഷൻ ഫീസ്, അങ്ങനെ കുറച്ച് ഫീസുകൾ വരാറുണ്ട്. സാധാരണ അത് ഒരു 3000 സംതിങ് ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഈ വർഷം എത്രയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് നമ്മൾ ഒരുപക്ഷെ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ സമയത്താണ് നമ്മൾക്കത് അടയ്ക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഈ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ചെല്ലുമ്പോൾ അത് ഡേറ്റ് നിലവിൽ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ പ്രൊഫൈൽ അതിൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക, മെയിലും ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി ഫീസൊക്കെ അടച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് ചെല്ലാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ചെല്ലേണ്ടത് SSLCയുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏത് എക്സാമാണ്, ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ BBA LLB ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു +2യുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, അത് രണ്ടും ഒന്നാണെങ്കിൽ ആ ഒരു അത് തന്നെ മതിയാവും. പിന്നെ TC, CC, അതർ സർട്ടിഫിക്കറ്റ് അതായത് എന്തെങ്കിലും റിസർവേഷനിലാണോ നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾ ഓരോ കമ്മ്യൂണൽ റിസർവേഷനുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് അത് നമ്മൾ പ്രോസ്പെക്ടസിൽ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കൊണ്ടുവരില്ല കേട്ടോ.
ഇനി അനക്സ് 1 ഡിക്ലറേഷൻ ഓഫ് NRI കാൻഡിഡേറ്റ്സും അനക്സ് 2 ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം എല്ലാവരും തന്നെ. ഡിക്ലറേഷൻ ടു ബി സബ്മിറ്റഡ് ബൈ കാൻഡിഡേറ്റ് സ്റ്റേറ്റിംഗ് നാഷണാലിറ്റി. അത് നമ്മൾ ഇതിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഉണ്ടാവും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് ഇവിടെ എഴുതേണ്ടതൊന്ന് ഫില്ല് ചെയ്താൽ മതി. ഐ ആം സിറ്റിസൺ ഓഫ് എന്താണ് പേര്, നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യ എന്നുള്ളത് എഴുതുക. ആൻഡ് മൈ സിസ്റ്റർ നമ്പർ, അങ്ങനെ എന്താണോ അവിടെ ഫില്ല് ചെയ്യാനുള്ളത് അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചറും പാരൻറ്റിൻ്റെ സിഗ്നേച്ചറും ഇട്ടിട്ട് അതും ഹാജരാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് പറഞ്ഞേക്കുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യം. ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല. നിങ്ങൾ വെബ്സൈറ്റും നിങ്ങളുടെ പ്രൊഫൈലും റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളവർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളവർ ഫീസ് അടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും എന്നുള്ളത് ഓർക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.